ഇതൊരു ഹെയറിൻ്റെ 24 ഇഞ്ച് LED TV ആണ്. ഇതിൻ്റെ രണ്ട് കംപ്ലൈൻ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്പീക്കർ കംപ്ലൈൻറ്റ് വന്നിട്ട് വോളിയം തീരെയില്ല. അത് സ്പീക്കർ മാറണം. പിന്നെ അതിൻ്റെ LED ബാക്ക് ലൈറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ LED നമ്മൾ സെയിം തന്നെ LED നമുക്ക് കിട്ടി. സെയിം LED തന്നെ നമ്മൾ മാറി. അത് 6 LED ആണെന്ന് തോന്നുന്നു. 6 LED 3 വോൾട്ട് 6 LED ആണ്. അത് നമ്മൾ കറക്റ്റ് LED മാറ്റിയിട്ട് പഴയ LED മാറ്റി. അപ്പോൾ അത് പിക്ചർ ലൈറ്റ് കത്തി. അപ്പോൾ നമുക്ക് കാണാം അത് നമ്മൾ ആ പഴയ ഇരുന്ന സ്ഥലത്ത് തന്നെ സ്ക്രൂ ആണ്. അത് സ്ക്രൂ നമ്മൾ ഇട്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത് ഓക്കെ ആക്കുക. പിന്നെ സ്ക്രൂ ഒന്നും കറക്റ്റ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് പഴയ സ്ഥലം തന്നെ ഇരുന്നോളും. പിന്നെ നമ്മളതിൻ്റെ ടോപ്പിലിടുന്ന ആ വെള്ള പേപ്പറൊക്കെ കറക്റ്റായിട്ട് തന്നെ കിടന്നോളും. പിന്നെ ചില കേസിലൊക്കെ നമുക്ക് ഒരു LED കിട്ടാതെ വരുന്ന സാഹചര്യം വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയതായിട്ട് കട്ടൊക്കെ ചെയ്തൊക്കെ പിടിപ്പിക്കാൻ പറ്റും. ഇത് ഏകദേശം കറക്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇത് കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പിലത്തെ ഷീറ്റിലൊക്കെ പൊടി കാണും. കുറേ വർഷങ്ങളായിട്ടൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഷീറ്റിലൊക്കെ പൊടി കാണും. അപ്പോൾ ആ പൊടിയൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഇത് ഓണാക്കി വെച്ചുകൊണ്ട് തന്നെ എടുത്ത് മണ്ടയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെയുള്ള പൊടിയോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ എന്താണെങ്കിലും ഇത് അഴിച്ചതാണല്ലോ. അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഒരു നല്ല സോഫ്റ്റായിട്ടുള്ളൊരു തുണി വെച്ച് അതെല്ലാം ഒന്ന് തുടച്ച് എല്ലാം ക്ലിയർ ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് ഇതിൻ്റെ പാനലെടുത്ത് ഇടാൻ പറ്റും. അപ്പോൾ പാനൽ ഇടുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ ബ്രൈറ്റ്നസ്സൊക്കെ നോക്കുക. ഇതാണ് ഹെയറിൻ്റെ 24 ഇഞ്ച് LED TVയുടെ ബാക്ക് ലൈറ്റ് മാറിയതാണ് നിങ്ങൾ കണ്ടത്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീക്കർ മാറുന്നതാണ്. എൻ്റെ സ്പീക്കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സ്പീക്കറാണ്, ഒരു കുഞ്ഞിക്ക സ്പീക്കർ. ഈ സ്പീക്കറിൽ നമുക്ക് പിന്നെ പിന്നെ സൈഡിൽ കൂടെയൊക്കെ പിന്നെ ഉള്ള ഒരു സ്പോഞ്ച് പോലത്തെ സാധനമൊക്കെയാണ്. ഇപ്പം നമ്മൾ ഡിസ്പ്ലേ ഇടുന്നതാണ് ഇത്. ഈ ഡിസ്പ്ലേ ഇടുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ സ്കോപ്പൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് മുറിയാത്ത രീതിയിൽ അതിൻ്റെ വെട്ടിനകത്തൊക്കെ കറക്റ്റ് കയറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ കവർ ഇടുമ്പോഴത്തേക്കും ആ സാധനം കട്ടായി പോയാൽ വീഡിയോയ്ക്കകത്ത് വരയാവും, പിക്ചറെല്ലാം പോവും. പിന്നെ സ്കെയിലറൊക്കെ വളരെ കറക്റ്റായിട്ട് നേരത്തെ അവരൊക്കെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലോക്ക് സിസ്റ്റം ഉള്ളതാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും. ഇത് ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ആ ലോക്കില്ല കേട്ടോ, സ്റ്റിക്കർ ഒട്ടിക്കുവേതെ അവരൊരു പശ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഹെയർ ഒരു ആവറേജ് TV ആണല്ലോ, വലിയ കൂടിയ ഒരു കമ്പനിയൊന്നും അല്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴും പാനലൊന്നും പോകാതെ നിൽപ്പുണ്ട്. ബാക്ക് ലൈറ്റ് പ്രശ്നം മാത്രമല്ലേ ഉണ്ടായുള്ളൂ. അത് പിന്നെ സാരമുള്ള കാര്യമല്ല, നമുക്ക് ഈസിയായിട്ട് മാറിയിട്ട് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോഴും തിരിച്ചിടുമ്പോഴും എല്ലാ മൂലകളും കൃത്യമായിട്ട് അതിൻ്റെ എല്ലായിടത്തും എത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കൈ ഓടിച്ച് നോക്കണം. ഒന്നും പൊങ്ങി നിൽക്കരുത്. പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കവറിടുമ്പോൾ അത് ഞെങ്ങി അവിടെ പൊട്ടിപ്പോവും. പിന്നെ ഈ പണിതെല്ലാം വെറുതെ ആകും. CV ഓണായിട്ടുണ്ട്, ഹെയർന്ന് എഴുതി വന്നു, വീഡിയോയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് കവർ ഇടുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. 1 ഇഞ്ച് പോലും മാറ്റം വരരുത്. നമ്മൾ നല്ലൊരു ബോധ്യം വന്നതിന് ശേഷം മാത്രമേ ഈ ടോപ്പിലത്തെ കവറിൻ്റെ ലോക്കുകൾ ഇടാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പാനലിന് ഡാമേജ് വരാനുള്ള വലിയ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സ്പീക്കറിൻ്റെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് സ്പീക്കറാണ് ഈ സൈഡിലിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അഴിക്കുന്നത് 2 സ്പീക്കർ, സ്റ്റീരിയോ സ്പീക്കറുണ്ട്. ഒരു ബോക്സിനകത്താക്കി സൈഡിൽ വെച്ചിരിക്കുന്ന സ്പീക്കേഴ്സാണ്. അതിലും കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള വേറെ 2 സ്പീക്കറാണ് എനിക്ക്. ഇത് കണ്ടോ, അതിൻ്റെ ആ സ്പീക്കർ ഇത്ര ഉള്ളൂ. സ്പീക്കർ ഒരു ട്യൂട്ടർ പോലെ ഉള്ളൂ. അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ആ റബ്ബർ പോലത്തെ സാധനമുണ്ട് കണ്ടോ, അത് ഇല്ല അവിടെ. അത് ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വോളിയം കിട്ടാത്തത്. ആക്ച്വലി ഇതിൻ്റെ കോയിലൊന്നും പോയിട്ടില്ല. അത് നമ്മൾ സ്പീക്കറിൻ്റെ സൈഡിലത്തെ റബ്ബർ പോയിരിക്കുന്നതുകൊണ്ട് നമുക്കത് ജസ്റ്റ് ഇങ്ങനെ വട്ടത്തിൽ കാണാം. അപ്പോൾ നമുക്ക് വോളിയം കിട്ടത്തില്ല. ആ സൈഡിലേക്ക് സപ്പോർട്ടുണ്ട്. ഇതിപ്പോൾ ഓവൽ ഷേപ്പിലുള്ളൊരു സ്പീക്കറാണ് കെട്ടിയിരിക്കുന്നത്. അത് നമുക്കവിടെ വലുപ്പമൊക്കെ ഏകദേശം സെയിമാണ്. അതുകൊണ്ട് നമുക്കവിടെ അത് ഫിക്സ് ചെയ്യാം. ഇതാണ് ഓവൽ ഷേപ്പിലുള്ള സ്പീക്കർ. മറ്റേ റൗണ്ടിലുള്ള കുഞ്ഞ് സ്പീക്കറിനേക്കാളും ഇതിന് ഇച്ചിരിയുടെ വോളിയം കൂടുതൽ കിട്ടും. ഇച്ചിരി നല്ല വോളിയം വ്യത്യാസം വരും. ഈ ഓവലിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഏരിയ കൂടുതലായതുകൊണ്ട് ഓവൽ സ്പീക്കറുകൾക്ക് ഓഡിയോ പൊതുവെ കൂടുതലായിരിക്കും. പിന്നെ അതിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കണം. മറ്റേതെന്ന് പറഞ്ഞാൽ നേരിട്ട് അതിനകത്തുനിന്ന് വരികയായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്തിട്ട്
ഈ സ്പീക്കറിലോട്ട് കൊടുത്ത് നമുക്ക് കണക്ഷൻ എല്ലാം ചെയ്ത് സെറ്റ് നമുക്ക് പാക്ക് ചെയ്തെടുക്കാം. मेरे मगर तू की करदी कह गल बस तू ही जादी